വീണ്ടും ഒരു താരപുത്രി കൂടി സിനിമയിൽ അരങ്ങേറാൻ പോവുകയാണ്. ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും മകളായ കുഞ്ഞാറ്റയാണ് അറിയപ്പെടുന്ന തേജലക്ഷ്മിയാണ് മലയാള സിനിമയെ തുടക്കം കുറിക്കാൻ പോകുന്നത്. സുന്ദരിയാണ് അവൾ. സ്റ്റെല്ല എന്നാണ് സിനിമയുടെ പേര്. അച്ഛൻ മനോജ് കെ ജയനൊപ്പമാണ് ആദ്യ സിനിമയുടെ ലോഞ്ചിൽ പങ്കെടുക്കാൻ കുഞ്ഞാറ്റ എത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളുടെ പട്ടികയെടുത്താൽ അതിൽ ആദ്യ സ്ഥാനങ്ങൾ ഉർവശി ഉണ്ടാകും. മനോജ് കെ ജയനും ഉർവശിയെപ്പോലെ തന്നെ എല്ലാ റോളുകളും അനായാസം കൈകാര്യം ചെയ്യുന്ന നടനാണ്. രണ്ട് പ്രതിഭകളുടെ മകളായതുകൊണ്ട് കുഞ്ഞാറ്റയുടെ സിനിമാ പ്രവേശം പ്രേക്ഷകരിലും പ്രതീക്ഷിച്ചിരുന്നു. ചടങ്ങിൽ ഉർവശിയെക്കുറിച്ച് മനോജ് കെ ജയൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ലോഞ്ചിൽ വികാരാധീനനായി മനോജ് കെ ജയൻ സംസാരിച്ചത്. ചെന്നൈയിൽ പോയി അമ്മയുടെ സമ്മതവും അനുഗ്രഹവും വാങ്ങിയ ശേഷമാണ് കുഞ്ഞാറ്റ സിനിമയിൽ കമ്മിറ്റ് ചെയ്തതെന്നും മനോജ് കെ ജയൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ്. ഏഴാമത്തെ വയസ്സിൽ കുഞ്ഞാറ്റയും കൊണ്ട് ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. നന്നായി പഠിപ്പിക്കുക, നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നല്ലൊരു പയ്യനെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ച് സ്വന്തമായി സന്തോഷമായി പറഞ്ഞയക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. എല്ലാം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് ഞാൻ വിജയിപ്പിച്ചു. എൻ്റെ കരിയർ പോലും ഇടയ്ക്ക് ഗ്യാപ്പ് വന്നതിന് കാരണം എൻ്റെ മകളെ അതുപോലെ പുന്നാരിച്ച് നോക്കിയത് കൊണ്ടാണ്. മോൾക്ക് സ്കൂളിൽ പോകാനുള്ള എളുപ്പം നോക്കിയാണ് ഞാൻ വീട് പോലും വാങ്ങിയത്. പ്ലസ് ടു കഴിഞ്ഞ് ബാംഗ്ലൂർ ക്രിസ്റ്റ് കോളേജിൽ പഠിക്കണമെന്ന ആഗ്രഹം മോൾ പറഞ്ഞിരുന്നു. അതായിരുന്നു ആദ്യമായി അവൾ പറഞ്ഞ ആഗ്രഹവും. വിടാൻ ചെറിയ ഭയമുണ്ടെങ്കിലും അവൾ ധൈര്യം കാണിച്ചപ്പോൾ ഞാൻ അവിടെ ചേർത്ത് നിർത്തു. പിന്നീട് ബാംഗ്ലൂരിൽ തന്നെ ജോലിയും ചെയ്തു. ഇപ്പോഴും മോള് സിനിമയ്ക്ക് വരുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു. സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യാത്ത നടനാണ് ഞാൻ. ആരെങ്കിലും വിളിച്ചാൽ മാത്രമാണ് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മോളെ സിനിമയിലേക്ക് വന്നാൽ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെ ഓർത്ത് പേടിയായിരുന്നു. 2 വർഷം മുമ്പാണ് സിനിമ ഇഷ്ടമാണെന്നും അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും മോള് പറഞ്ഞത്. ആശയോട് ആദ്യം പറഞ്ഞത്. ആശ മോൾക്ക് മാ അമ്മ മാത്രമല്ല, നല്ല സുഹൃത്ത് കൂടിയാണവൾ. ആശയോട് മോൾക്ക് കമ്മ്യൂണിക്കേഷൻ കൂടുതലാണ്. ശേഷം മോളുടെ അഭിനയമോഹം ആളുകൾ അറിഞ്ഞതോടെ കരുതി വനിതയിൽ ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തു. ഒരുപാട് ഓഫറുകളും വന്നു. അതുപോലെ അമ്മയോട് സിനിമയിൽ താല്പര്യമുള്ള കാര്യം പറയാൻ ഞാൻ പറഞ്ഞു. ചെന്നൈയിൽ പോകേണ്ടി വന്നാലും കുഴപ്പമില്ല, ഉർവശിയോട് പറയണമെന്ന് മോളോട് പറഞ്ഞു. കാരണം അവളുടെ അനുഗ്രഹമാണ് ആദ്യം വാങ്ങേണ്ടത്. ദക്ഷിണേന്ത്യ കണ്ട പേഴ്സണാലിറ്റിയുള്ള നടിയാണ് ഉർവശി. അങ്ങനെ ഒരാളുടെ മകളാണ് കുഞ്ഞാറ്റ. മോളുടെ കാര്യം വരുമ്പോഴെല്ലാം ഞാൻ ഇമോഷണൽ ആകും. അങ്ങനെ കുഞ്ഞാറ്റ ചെന്നൈയിൽ പോയി. വളരെ സന്തോഷത്തോടെ അനുവാദം നൽകി. ഇന്ന് ഇവിടെ വരെ കാര്യങ്ങളെത്തി. പരസ്യചിത്രങ്ങൾ ചെയ്തിട്ടുള്ള ബിനു എന്നൊരാളാണ് കുഞ്ഞാറ്റയുടെ ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഉർവശിയാണ് ആദ്യം കഥ കേട്ടത്. അവരുടെ അത്ര എക്സ്പീരിയൻസ് എനിക്കില്ലല്ലോ. അവർക്കിഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് ഞാൻ കഥ കേട്ടത്. ഉർവശിയും ചെറിയ വേഷത്തിലൂടെയാണ് തുടങ്ങിയത്. ഞാനും അതുപോലെ തന്നെയാണ്. കുഞ്ഞാറ്റയും നടിയായി കാണാൻ എൻ്റെ അച്ഛനും ഏറെ ആഗ്രഹിച്ചു എന്ന് മനസ്കജൻ പറഞ്ഞു.